ഹലോ ദാ നമ്മൾ ലിവേന്ന് ട്രിപ്പൊക്കെ പോയി വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ പുറത്ത് പോകുന്നതും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തിരുന്നത് ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ നമ്മുടെ മുട്ട ബോയിൽ ചെയ്തതും, വലിയ മുട്ടയും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കാടമുട്ടയും, പിന്നെ ഒരു ഗ്ലാസ് ചായയും. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിരുന്നത്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ലുവേന്ന് ദുബായിൽ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം ലേറ്റുമായി, അതുപോലെ തന്നെ നല്ല ടയേർഡുമായിരുന്നു. അപ്പോൾ ആ ഒരു ക്ഷീണത്തിൽ കുറച്ച് കൂടുതൽ നേരം കിടന്നുറങ്ങി. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും എഴുന്നേറ്റ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാം 2-3 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജെല്ലാം കാലിയാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ്, ദോശയുടെ മാവ്, അങ്ങനെ ആ വക ഐറ്റംസ് ഒന്നും ഇല്ല. പിന്നെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഒരു സാവകാശം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചായയും വെച്ചു, പഴവും പുഴുങ്ങി, അതിനുശേഷം മുട്ടയും ബോയിൽ ചെയ്ത് നമ്മൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ഈ വക ഐറ്റംസൊക്കെ വയറ് നിറച്ച് കഴിച്ചത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നമുക്ക് ഇന്ന് ലഞ്ചൊന്നും നമുക്ക് വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു ലഞ്ചിൻ്റെ ടൈമിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിയ ഫസ്റ്റ് ഡേ ആണ്. എങ്കിലും നമ്മൾ ഇന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമല്ല, ഒരു ബിസി ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണ്. എന്നാന്ന് വെച്ചാൽ ആ കുട്ടികളെയൊക്കെ നന്നായിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളെല്ലാവരും പുറത്തേക്ക് പോവാണ്. ഇക്കാടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കരാമയിലേക്ക് പോവാണ്. ഫ്രണ്ടിൻ്റെ ഫാമിലിയും കുട്ടികളൊക്കെ, ഫാമിലി അവർ നെക്സ്റ്റ് ഡേയിൽ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇന്ന് അവരെ ഒന്ന് മീറ്റ് ചെയ്യാം. അപ്പം ഇന്ന് മീറ്റ് ചെയ്തില്ലെങ്കിൽ അവർ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ആണ് ഇന്ന് നമ്മുടെ ഫുഡ്. അത് ലഞ്ച് തന്നെ ആവണം എന്നില്ല, ഒരു ഈവനിങ് അല്ലെങ്കിൽ ഡിന്നർ, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഫുഡായിരിക്കും. കാര്യം വെച്ചാൽ നമ്മൾ എപ്പോഴാണോ അവരെ മീറ്റ് ചെയ്യുന്നത്, അവർ കുറച്ച് തിരക്കാണ്. അവരോരോ ദുബായ് എക്സ്പ്ലോർ ചെയ്ത് ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെ തിരക്ക് പിടിച്ച് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് അവർ വളരെ ഫ്രഷ് ഫീലായി. എന്നാന്ന് വെച്ചാൽ നന്നായിട്ട് കുറേ നേരം കിടന്നുറങ്ങി ആ ഒരു ക്ഷീണമൊക്കെ, ആ ഒരു 2-3 ദിവസം ട്രാവൽ ചെയ്ത ക്ഷീണമൊക്കെ അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും ആക്റ്റീവായിട്ട് ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ പാടി വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ദുബായ് ഒന്ന് വിട്ടു, നമ്മൾ വർസാനിൽ നിന്ന് വിട്ടു. ഇപ്പം നമ്മൾ പോകുന്നത് കരാമയിലേക്ക് പോവാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കരാമയിൽ വെച്ചിട്ട് അവരെ മീറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സമയം ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങിയപ്പോഴത്തേനും ടൈമെന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ ഡിന്നർ ആയിരിക്കാം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറുതായിട്ടൊരു കാലി ചായ, ലൈറ്റായിട്ട് ഒരു ചായ കുടിക്കാം എന്ന് വിചാരിച്ചു. ചെറിയൊരു വിശപ്പിൻ്റെ വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ദുബായിലെ റോഡ് കണ്ടോ, 2 സൈഡിലും ഇപ്പോഴത്തെ ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കണ്ടോ, ഒരുപാട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മുടെ റോഡ് സൈഡുകളിൽ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്, ഇത് മാത്രമല്ല ഡിഫറെൻറ്റ് കളേഴ്സിൽ ഈ കാണുന്നതൊക്കെ പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ. ചെടികളും പൂക്കളും ഒക്കെയാണ്. നമുക്ക് ഇങ്ങനെ ഒരു പട്ട് വിരിച്ച രീതിയിൽ ഭയങ്കര, ചില ഏരിയയിലൊക്കെ എനിക്ക് കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല. നമ്മുടെ ജമന്തി, ബന്തി അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ മഞ്ഞ കളർ വെച്ചിട്ട് ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ട് ഇതും ഒരുപാട്. എനിക്ക് ചെടിയുടെ പേര് അറിയാമായിരുന്നു, വിട്ടുപോയതാണ്. നമ്മുടെ കോളാമ്പി ചെടി പോലെ ഇരിക്കുന്ന അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇപ്പോൾ കൂടുതലും ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട്, അപ്പോൾ ഇത് ഡിന്നറല്ല, നമ്മളൊരു ചായ കുടിക്കാനായിട്ട് നമ്മൾ ഒരു കരാമയിൽ ഒരു കടയിൽ എത്തിയതാണ്. അപ്പോൾ അവർ ഫ്രണ്ട്സും ഫാമിലി കുറച്ച് തിരക്കാണ്. അപ്പോൾ അവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിനിടയിൽ ഒരു ചായയും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ, ഇപ്പോൾ വൈകുന്നേരം ഈവനിങ് ആയി. അപ്പോൾ രാവിലെ ചായയും ഏത്തപ്പഴവും ഒക്കെ കഴിച്ചത് കൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ കുറച്ച് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെന്ന് പറയുന്നത്
മുളക് ബജിയാണ്. ഈ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ മുളക് ബജിക്ക് ആ മുളക് ചട്നി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസിൽ കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ക്രിസ്പി ക്രഞ്ചി ആയിട്ട് അടിപൊളിയായിട്ട്. പിന്നെ കുറച്ച് കുഞ്ഞ് സമൂസ, ആദ്യം സമൂസയാണ്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ സമൂസയായിരുന്നു. പിന്നെ ഇതാ നല്ല സൂപ്പറായിട്ട് ഒരു അടിപൊളി ചായ, പരിപ്പ് വട, അങ്ങനെ ലൈറ്റായിട്ട് നമ്മൾ ഒരു ചെറിയ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് അത് കഴിക്കുകയാണ്. അപ്പോൾ അതാ ഇങ്ങനെ ആസ്വദിച്ച് റോഡ് സൈഡിൽ ഇരുന്നിട്ട്, നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോഴത്തേനും എല്ലായിടത്തും ഔട്ട്ഡോറാണ് പിടിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ടും ഇൻഡോർ പരിപാടി പിടിക്കാറില്ല. കാരണം ഈ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് മിസ് ചെയ്യാനായിട്ട് തോന്നില്ല. അതാ നമ്മളിതാ അവരുമായിട്ട് മീറ്റ് ചെയ്തു, അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഈവനിങ് ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനും എല്ലാം അവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. സാറായ്ക്ക് അടിപൊളിയായിട്ട് 2 ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അപ്പോൾ എന്താണ് 2 ആൺകുട്ടികളാണ് അവർക്ക്. അപ്പോൾ സാറായ്ക്ക് സാറായും മക്കളും ഒക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് വലിയ വിശപ്പില്ലായിരുന്നു, ആർക്കും വലിയ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെയും കുറച്ച് നേരം അവിടെ ആ ഒരു റോഡ് സൈഡിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളെത്തിയത് കിസൈസിൽ, നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടിലാണ്. കിസൈസിൽ രവി റെസ്റ്റോറൻറ്റ്, ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തെന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അവരുടെ ഒരു എന്താ പറയുക, സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഒരു കേർഡ് മിൻറ്റ് ജീരകം മിക്സ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടർ കൊണ്ടു തന്നു. പിന്നെ ഒരു ബൗളിൽ വെജീസ്. ഇതാണ് നമ്മുടെ ഫേവറേറ്റ്, ഇവിടുത്തെ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയുന്നത് ദാൽഗോഷാണ്. അപ്പോൾ ദാൽഗോഷ് നമ്മൾ ഓർഡർ ചെയ്തു. മട്ടനും പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെന്ന് പറയുന്നത് കടായി ചിക്കൻ്റെ, മറ്റേത് മട്ടൻ്റെ ഒരു റെസിപ്പി ആണെങ്കിൽ ഇത് ചിക്കൻ്റെ. പിന്നെ വേറെ എന്തോ, ഇത് നമ്മുടെ ഹലീസ മട്ടൻ ഹലീസ എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ റൊട്ടിയാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എന്നും കഴിക്കുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ചപ്ലി കബാബ്. അത് ചോദിച്ചപ്പോൾ അവിടെ ആയിട്ടില്ല. കാരണം നമ്മൾ കറക്റ്റ് ഡിന്നർ ടൈമിലല്ല വന്നിരിക്കുന്നത്, ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രത്തേനായിരിക്കാം ഒരു ചപ്ലി കബാബ് ആ ഒരു സ്പെഷ്യൽ ഡിഷൊക്കെ ആകുന്നത്. എന്താണേലും ഞാൻ ദാൽഗോഷും അതുപോലെ തന്നെ റൊട്ടിയും പിന്നീട് ആ ഹലീസായും ഒക്കെ കൂട്ടിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സ്, നമ്മുടെ ഏകദേശം ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സ് സ്പോട്ടുകളെല്ലാം ഇപ്പോൾ കൂടുതലും കിസൈസിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ കിസൈസിൽ അല്ലെങ്കിൽ കരാമ, ഈ 2 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നമ്മൾ ഫുഡിന് പോകുന്നത്. അപ്പോൾ സാറ്റർഡേയ്സിലും അതുപോലെ തന്നെ ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേനും നമ്മൾ കൂടുതലായിട്ട് കിസൈസിലോ കരാമയിലാണ് പോകുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടും കിസൈസിൽ തന്നെയാണ് നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റ്സൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡടി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് ഡെസേർട്ട് ഓർഡർ ചെയ്തു. ഇത് എനിക്ക് പേരറിയത്തില്ല. അപ്പോൾ ഇത് വളരെ മൈൽഡായിട്ടുള്ള സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടായിരുന്നു. മധുരം വളരെ കുറവായിരുന്നു. എന്നാൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, മധുരം ഭയങ്കര കൂടുതലായിരുന്നു. മിൽക്ക് മെയ്ഡ് മാത്രം യൂസ് ചെയ്ത് റെഡിയാക്കിയ ഒരു സ്വീറ്റായിരുന്നു മറ്റേത്. ഇതെന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട് വായിലിട്ട അലിഞ്ഞും. ഇതും വളരെ ടേസ്റ്റാണ്. ഇത് സ്വീറ്റ് ലവേഴ്സിന് ഇത് ഒരുപാട് നല്ലതാണ്. നമ്മുടെ ഒരു പായസം ടൈപ്പാണ്. ഇതിനൊക്കെ അതിൻ്റേതായ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പേര് ഞാൻ ശ്രദ്ധിച്ചില്ല ആ സമയത്ത്. അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം എല്ലാവരുമായിട്ട് നമ്മൾ ഒരുമിച്ച് പുറത്ത് സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നീട് ഒരു ചായ എന്ന് പറഞ്ഞാൽ ഒരു 4 ചായയെ കുടിക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെയും വയറ് ഫില്ലാണ്. അപ്പം നമ്മൾ ഫില്ലി കഫേയിലെ സിഗ്നേച്ചർ ഐറ്റം ആണല്ലോ സാഫ്രോൺ ടീ എന്ന് പറയുന്നത്. അങ്ങനെ സാഫ്രോൺ ടീ കുടിക്കാനായിട്ട് അപ്പോഴും നമ്മൾ ഫില്ലി കഫേയിൽ ഇൻഡോറിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഔട്ട്ഡോർ മതി. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് റോഡ് സൈഡിൽ
ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്ര തണുപ്പും കാറ്റും ഒക്കെ ആസ്വദിച്ച് പുറത്തിരുന്ന് ചൂട് ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് അകത്തിരുന്നാൽ കിട്ടത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള അവരുടെ സിഗ്നേച്ചർ ഐറ്റമാണ് സാഫ്രോൺ ടീ. അപ്പോൾ അതാ ഞാൻ നമ്മൾ ആദ്യം വാങ്ങിച്ച ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരുപാട് വലുതായിരുന്നു. നമുക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വയറ്റിൽ സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ ചെറിയൊരു ഗ്ലാസ്സിലാക്കി ഞാനും കുറച്ച് സാഫ്രോൺ ടീ കുടിച്ചു. അതിനുശേഷം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി നമുക്ക് കാര്യമായിട്ട് ഡിന്നറൊന്നും വേണ്ടായിരുന്നു. പിന്നെ സാറായ്ക്ക് ഞാൻ കുറച്ച് ഹണിയും സ്പ്രെഡ് ചെയ്തിട്ട് ബ്രെഡ്. അപ്പോൾ സാറായ്ക്ക് നമുക്ക് ഇതൊരു നാച്ചുറൽ ഹണി, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആർട്ടിഫിഷ്യൽ സംഭവങ്ങളോ ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ടുള്ള ഒരു ഹണിയാണിത്. നമുക്ക് ക്രിസ്മസിന് നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടിയ ഒരു ബോട്ടിലാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കാഷ്യൂനട്ട്, വളരെ ചില്ലി റോസ്റ്റഡ് കാഷ്യൂനട്ട്, അതും ഒരു 2-3 കഴിച്ചു. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയായപ്പോൾ ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ നമ്മുടെ 1-2 ഇടിയപ്പവും എടുത്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ദാൽഗോഷ് ഉണ്ടല്ലോ, അതും കൂട്ടി ഞാനും സാറായും സൈറും ഞങ്ങൾ 3 പേരും കൂടി ഇതിൽ നിന്ന് കുറച്ച് ഫുഡും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിവ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ, അതായത് 2025 നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നറൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.